എമ്പുരാനിൽ മമ്മൂക്ക ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് നമ്മുടെ വാദം. അതിന് ഒരുപാട് ലോജിക്കൽ റീസൺസ് ഉണ്ട് താൻ. അതൊരു പക്ഷേ മമ്മൂക്ക സെക്കൻഡ് പാർട്ടിന്റെ ക്ലൈമാക്സിൽ വന്നിട്ട് തേർഡ് പാർട്ടിന്റെ ഫേസ് ഓഫ് ആയിരിക്കാം. ലൂസിഫർ ട്രിയോളജി വെറും ഒരു അടിയിടി പടമല്ല, അതിന് ഡീപ്പർ മീനിങ്സ് ഉള്ള സിനിമയാണ്. എബ്രഹാം ഖുറൈഷി എന്ന ലൂസിഫർ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ലൂസിഫറിന്റെ സോഴ്സ് മെറ്റീരിയൽ തന്നെ പോകണം. ഇതിന്റെ മൂലകഥ ബൈബിളിൽ നിന്നും 16ാം സെഞ്ചുറിയിലെ ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്നൊരു വേൾഡ് ഫേമസ് പോയത്തിൽ നിന്നും ആയിരിക്കാം ലൂസിഫറിന്റെ ട്രിയോളജി ഉണ്ടാകാൻ ഏറ്റവും വലിയ സാധ്യതയുള്ളത്. ഇലുമിനാറ്റിയും അലിസ്റ്റർ ക്രോളിയും എന്ന ചർച്ചകൾ നമ്മൾ നിർത്തണം. കാരണം ആരും അറിയാത്ത ഇലുമിനാറ്റിക്ക് വേണ്ടി പൃഥ്വിരാജും മുരളി ഗോപിയും ആന്റണി പെരുമ്പാവൂറും 150 കോടി മുടക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇത് നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ അമ്മമാർ നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞ സാത്താന്റെ കഥയാണ്. അതെ, സാത്താൻ അല്ലെങ്കിൽ ഇബ്ലീസിന്റെ കഥയാണ്. സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസിഫറിന്റെ കഥയാണ്. അതൊക്കെ ശരി, ഇതിൽ മമ്മൂട്ടിയുടെ റോൾ എവിടെയാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ലൂസിഫറിന്റെ കോർ കഥയിൽ തന്നെ ഇറങ്ങിച്ചെല്ലണം. ലൂസിഫറിനെ കുറിച്ച് ബൈബിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ലൂസിഫറിന് സ്വർഗരാജ്യത്തിലെ സ്ഥാനം ദൈവത്തിന്റെ തൊട്ടടുത്താണ്. അവൻ അതിമനോഹരമായ രൂപഭംഗിയും അപാരമായ ശക്തിയും ഉള്ളവനായിരുന്നു. മാലാഖമാരുടെ നേതാവായി ലൂസിഫർ ഉയർത്തപ്പെട്ടു. മറ്റ് മാലാഖമാർ അവനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇബ്ലീസിന്റെ കഥയും സെയിം തന്നെ. അതുകൊണ്ടാണ് രാജാവിന്റെ മേലെ ദൈവത്തിന് താഴെയുമാണ് ലൂസിഫർ എന്ന് പൃഥ്വിരാജ് പറഞ്ഞത്. അവന്റെ പ്രധാന പങ്ക് ദൈവത്തെ സേവിക്കുക എന്നതായിരുന്നു. സ്വർഗത്തിലെ പ്രകാശവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്നതിൽ ലൂസിഫർ പ്രധാന പങ്ക് വഹിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കുന്നതിലും സ്വർഗത്തിലെ ക്രമം പാലിക്കുന്നതിലും അവൻ സഹായിച്ചു. ഈ കഥയാണ് നമ്മൾ ലൂസിഫറിന്റെ സിനിമയിലെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. ഇവിടെയാണ് ലൂസിഫറിന്റെ കഥ തിരിയുന്നത്. എന്നാൽ കാലക്രമേണ ലൂസിഫറിന്റെ അഹങ്കാരം കൂടി. അവൻ ദൈവത്തിന് തുല്യനാകാൻ ശ്രമിച്ചു. തന്റെ ശക്തിയിലും സൗന്ദര്യത്തിലും അമിതമായി വിശ്വസിച്ചു. ദൈവത്തിന്റെ സർവ്വ അധികാരത്തെ ചോദ്യം ചെയ്യാൻ അവൻ തുടങ്ങി. ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു കഥയാണ് ഇബ്ലീസിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നത്. ഖുർആനിൽ മണ്ണിൽ നിന്ന് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പ്രകാശമാകുന്ന തീയിൽ നിന്ന് സൃഷ്ടിച്ച ഇബ്ലീസിനോട് ആദമിനെ വണങ്ങാൻ ദൈവം ആവശ്യപ്പെട്ടു. അപ്പോൾ അഹങ്കാരം കൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ വെറും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ വണങ്ങാനോ? ഈ ധിക്കാരം അവനെ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കി. അതുപോലെ ലൂസിഫർ മറ്റു മാലാഖമാരെ തനിക്കൊപ്പം ചേർത്ത് ദൈവത്തിനെതിരെ കലാപം സൃഷ്ടിക്കാൻ പദ്ധതി. ലൂസിഫർ ഒരു ഗ്രേറ്റ് ഒറേറ്റർ കൂടിയാണ്. തന്റെ കിടിലം പ്രസംഗങ്ങളിലൂടെ മറ്റുള്ള ഏഞ്ചൽസിനെയും കൂടെ ചേർത്ത് സ്വർഗരാജ്യത്ത് തന്റെ പുതിയൊരു സൈന്യം ഉണ്ടാക്കുന്നതിന്റെ കഥയാണ് എമ്പുരാനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ കലാപം സ്വർഗരാജ്യത്ത് ഒരു വലിയൊരു യുദ്ധത്തിന് കാരണമാണ്. ഇവിടെയാണ് മൈക്കിൾ എന്ന ആർക്ക് ഏഞ്ചലിന്റെ വരവ്. ലൂസിഫർ ട്രിയോളജിയിൽ മൈക്കിൾ എന്നൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് ആദ്യമായി ഡീകോഡ് ചെയ്ത ഒരു ചാനൽ നമ്മുടേതാണ്. ലൂസിഫറിന്റെ കലാപത്തിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് പോരാടിയത് മിഖായലാണ്. മിഖായലിന്റെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തരായ മാലാഖമാർ ലൂസിഫറിനെതിരെ പോരാടി. ദൈവശക്തിയുടെ മുന്നിൽ ലൂസിഫറിന് പിടിച്ചു നിൽക്കാനായില്ല. ലൂസിഫർ പരാജയപ്പെട്ടു. അഹങ്കാരത്തിനും ദൈവധിക്കാരത്തിനും ശിക്ഷയായി ലൂസിഫറിനെ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കി. അവൻ സാത്താനായി മാറി. ദൈവത്തിന്റെ ശത്രുവായി അവൻ അറിയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസിഫർ ഭൂമിയിലും തിന്മ വിതയ്ക്കാനും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാനും ശ്രമിച്ചു. മിഖായൽ സ്വർഗത്തിലെ പ്രധാന ആർച്ച് ഏഞ്ചലാണ്. അവൻ ദൈവത്തിന്റെ ശക്തിയെ റെപ്രസെന്റ് ചെയ്യുന്ന വിശ്വസ്തനായ പോരാളിയാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും സ്വർഗത്തിലെ നീതിയും സമാധാനവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നത് മിഖായലിന്റെ പ്രധാന ജോലി. ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ലൂസിഫറിന്റെയും മൈക്കിളിന്റെയും. വർമ്മസാറേ, ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇത് സത്യനന്ദിക്കാടിന്റെയും ജിസ് ജോയുടെയും സിനിമ അല്ലല്ലോ ബൈബിളിലെ നന്മയും തിന്മയും തമ്മിൽ ഏറ്റുമുട്ടാൻ. ഇത് പൃഥ്വിരാജിന്റെയും മുരളി ഗോപിയുടെയും സിനിമയല്ലേ? അതുകൊണ്ട് തന്നെ കഥയിൽ ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെയാണ് ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിലെ ലൂസിഫർ എൻട്രി ചെയ്യുന്നത്. ഇബ്ലീസ് ഒരു വിപ്ലവകാരിയാണെന്ന് ഞാൻ ആദ്യം വായിക്കുന്നത് കെഇഎന്റെ ഇബ്ലീസ് എന്ന പുസ്തകത്തിലാണ്. അന്ന് ഞെട്ടിപ്പോയി. പക്ഷെ അതിന്റെ മൂലകഥ ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിൽ നിന്നാണ്. നമ്മുടെ ലൈബ്രറിയിൽ ഉള്ള പാരഡൈസ് ലോസ്റ്റ് ബുക്സ് ഓടിച്ചു നോക്കിയപ്പോഴാണ് ലൂസിഫർ ഹീറോ ആയി, ആന്റി ഹീറോ ആയി, ട്രാജിക് ഹീറോ ആയിട്ടുള്ള കഥ നമ്മൾ പാരഡൈസ് ലോസ്റ്റിൽ കണ്ടത്. 14ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടങ്ങലിന് ശേഷം വന്ന റിനൈസൻസ് മൂവ്മെന്റിലാണ് മതത്തിന്റെ നന്മതിന്മയ്ക്കപ്പുറം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പുനർവായനകൾ ഉണ്ടായത്. ഇവിടെയാണ് ജോൺ മിൽട്ടന്റെ ലൂസിഫറിന് മാറ്റം വരുന്നത്. ഒരു വടക്കൻ വീരകഥയിൽ MT ചതിയനായ ചന്തുവിനെ ഹീറോ ആക്കിയതുപോലെ ജോൺ മിൽട്ടൺ ലൂസിഫറിന് ഒരു പുതിയ കഥ രചിച്ചു. മിൽട്ടൺ ലൂസിഫറിനെ അതിയായ അഹങ്കാരവും ദുരന്തപരമായ മഹത്വമുള്ള ഒരു വീണുപോയ ട്രാജിക് ഹീറോയായാണ് ചിത്രീകരിക്കുന്നത്. ദൈവം എന്ന സ്വച്ഛാധിപതിക്കെതിരെ ലൂസിഫർ
ലൂസിഫർ പടനയിച്ചു. സ്വച്ഛാധിപത്യം ദൈവികമാണെങ്കിൽ പോലും അതിനെ തെറ്റായിട്ടാണ് ലൂസിഫർ കണ്ടത്. പാരഡൈസ് ലോസിലെ ഏറ്റവും ഫേമസ് ലൈൻ ഇതാണ്: ബെറ്റർ ടു റിഗൈൻ ഇൻ ഹെൽ ദാൻ സെർവ് ഇൻ ഹെവൻ. ഈ വരികൾ ലൂസിഫർ സിനിമയുടെ പാർട്ട് 1 എൻഡിംഗ് ടൈറ്റിലിൽ കാണിക്കുന്നുമുണ്ട്. ദൈവം എത്ര മഹാനാണെങ്കിലും അവനെ വണങ്ങാൻ ഏഞ്ചൽസിന് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായിരിക്കണമെന്ന് ലൂസിഫർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ലൂസിഫർ പറഞ്ഞത്, ദൈവത്തിന് കീഴിൽ സ്വർഗത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ സേവകനായിരിക്കുന്നതിനേക്കാൾ നല്ലത് നരകത്തിൽ ഭരണാധികാരിയായിരിക്കുന്നതാണ്. ലൂസിഫർ പറഞ്ഞു, സ്വർഗത്തിലെ പ്രകാശമേറിയവരെ ഉണരുക. അന്ധമായ വിധേയത്വമല്ല, സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ അവകാശം. ദൈവത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക. നിങ്ങളുടെ ചിറകുകൾ വിരിച്ച് എന്റെ ശബ്ദത്തിനോടൊപ്പം പറക്കുക. പുതിയൊരു പ്രഭാതത്തിനായി നാം ഒരുമിച്ച് പോരാടാം. നിങ്ങളുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കും. ഇവിടെ റിലീജിയന്റെ കംപ്ലീറ്റ് സബ്മിഷൻ ടു ഗോഡ് എന്ന സങ്കല്പത്തെ ജോൺ മിൽട്ടൺ ലൂസിഫറിലൂടെ ചോദ്യം ചെയ്യുന്നു. ഈ കലാപം സ്വർഗത്തിൽ ഒരു വലിയ യുദ്ധത്തിന് കാരണമാണ്. ലൂസിഫറിനെതിരെയുള്ള പോരാട്ടത്തിലെ പ്രധാന ദൂതനായ മിഖായേലിന്റെ അടിസ്ഥാന ആശയം ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിക്കുക എന്നതാണ് മിഖായേലിന്റെ പ്രധാന ലക്ഷ്യം. നന്മയ്ക്കെതിരെ ആര് കലാപം അഴിച്ചുവിട്ടാലും അതിനെ നേരിടുക തന്നെ ചെയ്യും എന്നാണ് മിഖായേൽ മാലാഖയുടെ കോർ തീം. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജും മുരളി ഗോപിയും അവതരിപ്പിക്കുന്നത് വെറും ഒരു അടിയിടിപ്പടമല്ല, അതുക്കും അപ്പുറമാണ്. ഇവിടെ യുദ്ധം ഫ്രീ വിൽ ആൻഡ് ലോയൽറ്റി തമ്മിലാണ്. ഈ സ്വർഗരാജ്യത്തിലെ യുദ്ധത്തിൽ ഫ്രീ വില്ലിന് വേണ്ടി ലാലേട്ടൻ ലൂസിഫർ ആയിട്ട് വരുമ്പോൾ ലൂസിഫറിനേക്കാൾ അല്ലെങ്കിൽ ഗബ്രിയേൽ മാലാഖയേക്കാൾ പവർഫുൾ ആയ ദൈവത്തിന് വേണ്ടി പോരാടുന്ന ആർക്ക് ഏഞ്ചൽ ആയ മൈക്കിളിന്റെ റോൾ മമ്മൂക്ക അല്ലാതെ ആരഭിനയിക്കും? ഇപ്പൊ മനസ്സിലായല്ലോ, ടീസർ റിലീസിൽ എല്ലാവരും ബ്ലാക്ക് അണിയുമ്പോൾ മമ്മൂക്ക മാത്രം എന്ത് വൈറ്റ് ഡ്രസ് ഇട്ട് വന്നതെന്ന്. വൈറ്റ് ഡ്രസ് മൈക്കിൾ എന്ന ആർക്ക് ഏഞ്ചലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ടീസറിലും രാംദാസ് അവനെ വിളിക്കാൻ പറയുന്നുണ്ട്. പാർട്ട് 1 സ്റ്റീഫൻ നെടുമ്പിള്ളിയാണ് വിളിക്കുന്നത്. പക്ഷെ പാർട്ട് 2 സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന ലൂസിഫറിനെ ആയിരിക്കില്ല വിളിക്കുന്നത് എന്ന് നമ്മൾ ഊഹിക്കുന്നു. പകരം മൈക്കിൾ എന്ന മാലാഖയാണ് വിളിക്കുന്നത്. ട്രോയ് എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഫ്രീ വിൽ ആൻഡ് ലോയൽറ്റി തമ്മിലുള്ള ഈ യുദ്ധം. കുടുംബത്തെ, നാടിനെ സ്നേഹിക്കുന്ന ഹെക്ടറും ഗ്ലോറി, ഫ്രീഡമിനെ സ്നേഹിക്കുന്ന അക്കിലീസിന്റെ യുദ്ധം നമ്മൾ ട്രോയിൽ കണ്ടതാണ്. L3 പോരാട്ടം ലൂസിഫറും മൈക്കിളും തമ്മിലായിരിക്കും എന്നത് 99% ഉറപ്പാണ്. എന്തായാലും മാർച്ച് 27 ദേവദൂതൻ സ്റ്റീഫൻ നെടുമ്പിള്ളി സാത്താനായി മാറുന്നത് നമുക്ക് കാണാം. കൂടാതെ ലൂസിഫറിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മൈക്കിളിന്റെ എൻട്രിയും ക്ലൈമാക്സിൽ ഒരു പക്ഷേ കണ്ടേക്കാം. ഒരുപക്ഷെ മമ്മൂട്ടി മൈക്കിളായി വരുന്നില്ല എങ്കിൽ പിന്നെ ആര്? ഫഫയോ, റിക്കിയുനോ? സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.